ഈ മഹത്തായ സംഗമത്തിൻ്റെ അധ്യക്ഷൻ KPCC പ്രസിഡന്റ് പ്രിയങ്കരനായിട്ടുള്ള സണ്ണി ജോസഫ്, കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗങ്ങളായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP, മുൻ KPCC പ്രസിഡന്റുമാരായിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള ശ്രീ K മുരളീധരൻ, ശ്രീ MM ഹസൻ, AICCയുടെ സെക്രട്ടറിമാർ, ജനറൽ സെക്രട്ടറി പ്രിയങ്കരിയായിട്ടുള്ള ശ്രീമതി ദീപാദാസ് മുൻഷി, സെക്രട്ടറിമാർ ശ്രീ അരിവഴകൻ, പ്രിയങ്കരനായിട്ടുള്ള MP രാജ്മോഹൻ ഉണ്ണിത്താൻ, പ്രിയപ്പെട്ട ഡീൻ കുര്യാക്കോസ്, ജബി മേത്തർ, തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഏറ്റവും പ്രിയങ്കരനായ പ്രസിഡന്റ് ശക്തൻ നാടാർ, KPCCയുടെ സമുന്നതരായിട്ടുള്ള വൈസ് പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറിമാർ, മറ്റു ജനപ്രതിനിധികളായിട്ടുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ കീഴുകെട്ട് ഉയർന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരമൊരു പരിപാടിയുമായി കോൺഗ്രസ് പാർട്ടി തലസ്ഥാന നഗരിയിലെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇത് അനിവാര്യമായൊരു പരിപാടി ആയതുകൊണ്ടാണ്. ഒട്ടേറെ അസൗകര്യങ്ങളുണ്ടായിട്ടും, കാരണം തിരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ കുടിമ്പിരി കൊണ്ടുകൊണ്ട് എല്ലാ ജില്ലകളിലും നടക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലും അതായിരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം എത്രമാത്രമുണ്ട്, ഒരു തിരഞ്ഞെടുപ്പിന് മാത്രമല്ല, തിരഞ്ഞെടുപ്പിൻ്റെ പരിമിതികൾ ഒന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തവണ്ണമുള്ള ഒരു വിഷയമായതുകൊണ്ടാണ് ഈ അസൗകര്യം നിറഞ്ഞ സമയത്തും ഇത്തരമൊരു പരിപാടിയുമായി പാർട്ടി മുന്നിട്ടിറങ്ങിയത് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതിനെ ആ തീരുമാനമെടുത്ത പാർട്ടി കമ്മിറ്റികളെ, KPCCയെ അങ്ങേയറ്റം അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്. നമുക്കറിയാം, ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് ഒറ്റ കാര്യത്തിൽ മാത്രം ഊന്നിയാൽ മതി. ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇതിപ്പോഴും വെളിച്ചത്ത് വരുമായിരുന്നോ ഇല്ലയോ എന്നുള്ളതാണ് പൊതുസമൂഹത്തിന് മുന്നിലുള്ള ചോദ്യം. 2016 പിണറായി വിജയൻ ഗവൺമെൻറ് വന്നത്. 2016 ആ ഗവൺമെൻറ് വന്നതിന് ശേഷം ഏറ്റവും വലിയ ഈശ്വര വിശ്വാസിയായിട്ടുള്ള, അയ്യപ്പന് വേണ്ടി താണുവീണ് നിന്ന് എന്നും പ്രാർത്ഥനയായി നിൽക്കുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ കമ്മിറ്റിയെ പിരിച്ചുവിട്ടിട്ടാണ് LDF ഓർഡിനൻസ് കൊണ്ടുവന്ന് പുതിയ ബോർഡുണ്ടാക്കിയത്. ഞാൻ അവിടെ ഇരിക്കുന്ന ശ്രീ പിണറായി വിജയനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, എന്ത് കാരണത്തിൻ്റെ പുറത്താണ് ഏറ്റവും വലിയ ഈശ്വര വിശ്വാസിയായ ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണനെ, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല, നിങ്ങൾ പിരിച്ചുവിട്ട് നിങ്ങളുടെ ഒരു പാർട്ടി നേതാവിനെ അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കാൻ തീരുമാനിച്ചത്? നിയമം മാറ്റിവെച്ചുകൊണ്ട് ഒരു ഉദ്ദേശമില്ലായിരുന്നോ? അതിനുശേഷം വന്ന ഇടതുപക്ഷ ബോർഡുകൾ, ഇപ്പം ദേവസ്വം ബോർഡിന് പേരുണ്ടായിരിക്കാം, പക്ഷേ അത് സാധാരണ കോർപ്പറേഷനും ബോർഡും പോലെയുള്ള ഒരു ബോർഡായിട്ട് മിസ്റ്റർ പിണറായി വിജയ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ദേവസ്വം ബോർഡ് സംതിങ് ഡിഫറെൻ്റ് ദാൻ അതർ ബോർഡ്. മറ്റു ബോർഡുകളിൽ നിങ്ങൾ ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നുണ്ട്, ആവശ്യത്തിന് കമ്മീഷൻ ഉണ്ടാക്കാനുള്ള വേദിയാക്കി മറ്റു ബോർഡുകളെ മാറ്റുന്നുണ്ട്. കമ്മീഷൻ ഉണ്ടാക്കാനുള്ള വേദിയാക്കി മറ്റു ബോർഡുകളെ മാറ്റുന്ന നിങ്ങൾ ദേവസ്വം ബോർഡിനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിശ്വാസികൾ അവരുടെ വിശ്വാസ പ്രമാണങ്ങളെല്ലാം സമർപ്പിക്കപ്പെടുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കേണ്ട ഒരു ബോർഡിനെ നിങ്ങൾ രാഷ്ട്രീയ ഉദ്ദേശം വെച്ച് നടപ്പിലാക്കിയതിൻ്റെ പരിണിത ഫലമാണ് വിശ്വാസികളുടെ നെഞ്ചത്ത് മുറിവേറ്റ ഏറ്റവും വലിയ ഈ അന്താരാഷ്ട്ര ബന്ധമുള്ള സ്വർണ്ണക്കള്ളക്കടത്തുണ്ടായിരിക്കുന്നത്. ഇത് കോൺഗ്രസ് പറഞ്ഞതല്ല, ഹൈക്കോടതി പറഞ്ഞതാണ്. അന്താരാഷ്ട്രമാനമുള്ള സ്വർണ്ണക്കടത്ത്. എന്ത് അഭിമാനത്തോടെയാണ് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ ഈ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നത്? നിങ്ങളുടെ കാലത്ത് തമിഴ്നാട്ടിൽ നിന്നും, തെലങ്കാനയിൽ നിന്നും, ആന്ധ്രയിൽ നിന്നും ലക്ഷോപലക്ഷം അയ്യപ്പ ഭക്തന്മാർ, നമ്മുടെ കേരളത്തിലെ ഭക്തന്മാരൊപ്പം ഓടിയെത്തുന്ന ഈ ശബരിമല സന്നിധാനത്ത്, ആ പാവനമായ ഈശ്വര സന്നിധിയിലെ അയ്യപ്പൻ്റെ
കട്ടളയും വാതിലും എല്ലാം അടിച്ചു മാറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം നിങ്ങളുടെ ഭരണത്തിലുണ്ടായിട്ട് നിങ്ങളിപ്പോഴും അഭിമാനപൂർവ്വം ഒരക്ഷരം മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ്. ഹൈക്കോടതിക്ക് ബിഗ് സല്യൂട്ട്. ഈ കൊള്ള പുറത്തു കൊണ്ടുവന്നതിന് കേരള ഹൈക്കോടതിക്ക് ബിഗ് സല്യൂട്ട്. ഇല്ലെങ്കിൽ 2019 തുടങ്ങിയതെങ്കിലാ? ഇപ്പോഴത്തെ ബോർഡ് പറയുന്നത് ഞങ്ങൾക്കൊന്നും എല്ലാ ദിവസവും പറയുകയാണ് ഞങ്ങളൊരു കുറ്റവും ചെയ്തിട്ടില്ല. എന്ത് തമാശയാണത്! ഈ 2019 തട്ടിപ്പുകാരൻ ഏറ്റവും വലിയ VVIP ആയിട്ട് ഇടതുപക്ഷ സർക്കാരും അവരുടെ ബോർഡുകളും കണ്ട ഉണ്ണികൃഷ്ണൻ പോറ്റി, അദ്ദേഹം 2019 തുടങ്ങിയതാണ്. 2025 നിലവിലെ ബോർഡല്ലേ അദ്ദേഹത്തിന് 2 കൈയും കെട്ടി സ്വീകരിച്ച് വീണ്ടും പറഞ്ഞയച്ചത്. അപ്പോൾ അവർക്ക് ഉത്തരവാദിത്വമൊന്നുമില്ലേ? ദേവസ്വം മന്ത്രി അദ്ദേഹം ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ പോലെ ഇരിക്കുകയാണ് ദേവസ്വം മന്ത്രി. എങ്ങനെ പറ്റും? മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരു ഇല അനങ്ങണമെങ്കിൽ കോഡായിക്കോട്ടെ, കോർപ്പറേഷൻ ആയിക്കോട്ടെ, മന്ത്രി ആയിക്കോട്ടെ, ഒരു ഇല അനങ്ങെങ്കിൽ പാർട്ടി അനങ്ങാതെ, പാർട്ടിന്ന് ഇപ്പം പറയാൻ പറ്റില്ല, പിണറായി പറയാതെ അനങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? പറ്റില്ല. അതല്ലേ കാര്യം. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ചെമ്പുപാളിയും കട്ടളയും എല്ലാം എടുത്തുകൊണ്ടുപോയി വിവിധ സംസ്ഥാനങ്ങളിൽ പ്രദർശിപ്പിച്ച് അതിൻ്റെ പേരിലും കമ്മീഷൻ വാങ്ങിച്ച് പിന്നെ അവസാനം വിറ്റു. ഇത് സ്വർണം വിൽക്കലല്ല, അയ്യപ്പൻ്റെ സ്വത്ത്, പരിപാവനമായി കാണുന്ന ആ ശ്രീകോവിലിന് ചുറ്റും പൂശ സ്വത്ത് വിറ്റിട്ട് വിശ്വാസികളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ നോവിപ്പിച്ച സംഭവമാണെന്ന് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വന്ന ഒറ്റ കാര്യമുള്ളൂ, അമ്പലങ്ങൾ സൂക്ഷിക്കാൻ ഏൽപ്പിക്കേണ്ടത് അതിൽ വിശ്വാസമുള്ളവരെ ആയിരിക്കണം, ഈശ്വര വിശ്വാസികളെ. ഇപ്പം ഞാനിന്ന് കണ്ണൂരായിരുന്നു, മലബാറിലത്തെ ക്ഷേത്രങ്ങളിലൊക്കെ നടക്കുന്നത്. അവിടെ KPC പ്രസിഡന്റിനെ അറിയാം, HRNCയുടെ കീഴിലുള്ള ക്ഷേത്രങ്ങൾ, അവിടുത്തെ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങൾ, എല്ലാ ക്ഷേത്ര കമ്മിറ്റികളും സഖാക്കന്മാരെ തിരികെ കയറ്റിയിരിക്കുകയാണ്. ട്രസ്റ്റ് ബോർഡുകൾ എന്ന് പറഞ്ഞിട്ട് എല്ലാം ഈ പാർട്ടി പിടിച്ചെടുക്കുന്നു പറഞ്ഞ പോലെ അമ്പലം പിടിച്ചെടുക്കൽ പ്രക്രിയ നടക്കുന്നത് CPM-ൽ. അമ്പലം പിടിച്ചെടുക്കൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് വിശ്വാസമുള്ളാത്തവനൊക്കെ പിടിച്ച് അമ്പലത്തിൻ്റെ ഉത്തരവാദിത്വം കൊടുക്കും. അപ്പോൾ അവരുടെ കണ്ണ് വിശ്വാസം സംരക്ഷിക്കലല്ല, അവരുടെ കണ്ണ് എത്ര സ്വത്തുണ്ട് എന്നുള്ളത് പിടിച്ചെടുക്കലാണ്. അതാണ് ശബരിമലയെ കണ്ടത്. മറ്റു പല അമ്പലങ്ങളിലും ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കോഴിക്കോടൊക്കെ ഗുരുവായൂരിൻ്റെ പേരിൽ ഗുരുതരമായ ആക്ഷേപമുണ്ട്. അത് നമ്മളാരും പറഞ്ഞതല്ല, ഓഡിറ്റ് പറഞ്ഞതാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സാധാരണ ബോർഡ് പോലുള്ളൊരു ബോർഡാക്കി ഈ ബോർഡുകളെ മാറ്റുകയല്ല, വിശ്വാസികളെ മാറ്റി അവിശ്വാസികളെ തലപ്പത്ത് വെക്കുകയല്ല, മറിച്ച് വിശ്വസിക്കുന്ന ആളിലൂടെ. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ വീടിൻ്റെ തറവാട്ടിലെ കട്ടളയും കട്ടുകൊണ്ട് പോയി, അവിടുത്തെ പിന്നെ വാതിലും കട്ടുകൊണ്ട് പോയി, വീടിൻ്റെ സമസ്ത ജംഗമ സാധനങ്ങളും കട്ടുകൊണ്ട് പോയി, വീട് അനാഥമായി ശൂന്യമായി നിൽക്കുമ്പോൾ വഴിയെ നടന്നു പോകുന്ന ഒരു മാന്യനെ വിളിച്ച് ഇനി വീട് നിങ്ങൾ കാത്തോ എന്ന് പറയുന്നത് പോലെയാണ് ശ്രീ ജയകുമാറിനെ പിടിച്ച് വീണ്ടും ദേവസ്വം പ്രസിഡന്റ് ആക്കിയിരിക്കുന്നത്. എടാ, ആ പ്രസിഡന്റ് ആക്കിയതുകൊണ്ട് കട്ടകാര്യം അങ്ങ് പോവുമോ? മോഷണം ഇല്ലാതാകുമോ? ആ മനസ്സ് കാണിച്ച മാനസികത ഇല്ലാതാകുമോ? ഒരു സംശയവും വേണ്ട. ഇത് ഇപ്പം മിസ്റ്റർ വാസു ഇപ്പം ഇന്നലെ പറയാനുള്ളത് ഞാൻ കേട്ടു, CPM സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെൻറ്റ്. അത് ഉദ്യോഗസ്ഥനാണ്. എന്തോ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം, പഞ്ചായത്ത് പ്രസിഡന്റ്. ഗുരുദാസൻ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന് പാർട്ടി നിയോഗിച്ച CPM-ൻ്റെ സ്ഥിതി അറിയാമല്ലോ. മന്ത്രിമാർക്ക് പാർട്ടി സെക്രട്ടേറിയറ്റാണ് സെക്രട്ടറിമാരെ കൊടുക്കുന്നത്. പാർട്ടി സെക്രട്ടേറിയറ്റ് കൊടുത്ത സെക്രട്ടറി ആയിരുന്നു, ഗുരുദാസിന് കൊടുത്ത സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. ഒരു ചൂണ്ടുപലകയായിരിക്കുമെന്നുള്ള കാര്യം കാണിച്ചിട്ടാണ് അന്ന് ഞങ്ങൾ അതിനെ എതിർത്തത്, തെറ്റാണെന്ന് പറഞ്ഞത്. അത് തെളിയിച്ചു. ക്രൈസ്തവ ദേവാലയങ്ങൾ ഛത്തീസ്ഗഡിൽ, മധ്യപ്രദേശിൽ, ഒറീസയിൽ എല്ലായിടത്തും കടന്ന് ആക്രമിച്ചു. ഈ നാട്ടിൽ ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കി. അന്ന് പറഞ്ഞ മണിപ്പൂരിലെ കാര്യം ഞാൻ പറഞ്ഞു, അതന്ന് പറഞ്ഞതാണ്. വിശ്വാസം എന്ന് പറയുന്നത്, വിശ്വാസികളാകുമ്പോൾ അവർക്ക് പേടിയുണ്ടാവും, ഈശ്വരനെ പേടിയുണ്ടാവും, തെറ്റ് ചെയ്യാൻ ഭയമുണ്ടാകും. നമ്മളെല്ലാം ഭയത്തോടുകൂടി ജീവിക്കുന്നവരാണ്, ഈശ്വര ഭയത്തോടുകൂടി. അത് എല്ലാ വിശ്വാസവും അങ്ങനെയാണ്. അപ്പം നിങ്ങളെ മോഡി അവിടെ വഖഫിൻ്റെ കാര്യത്തിലെടുത്തപ്പോഴും ക്രൈസ്തവ ദേവാലയങ്ങളെ ആക്രമിച്ചപ്പോഴും ഇപ്പോൾ ശബരിമലയ്ക്കെതിരായിട്ടുള്ള ആക്രമണത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരേ നിലപാടാണ് എന്നുള്ള കാര്യം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ നിലപാട് ഞങ്ങൾക്കൊരു വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. ആ നിലപാടിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്.
ഈ കാര്യത്തിൽ യഥാർത്ഥ കുറ്റവാളി SIT എന്ന് പറയുന്നത് ഹൈക്കോടതി നിരീക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾ ഹൈക്കോടതിയിൽ ബഹുമാനത്തോടെ തന്നെ പറയുന്നു. പക്ഷേ SITയുടെ കൈകൾ പിടിച്ചു കെട്ടാൻ ഉത്തരവാദപ്പെട്ടവർ ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നുള്ളത് അറിയിക്കുകയാണ്. അതുകൊണ്ട് ഇതിൻ്റെ അന്വേഷണം യഥാർത്ഥ ദിശയിലേക്ക് പോകുകയും യഥാർത്ഥ പ്രതിയെ കിട്ടുന്നത് വരെയുള്ള പോരാട്ടത്തിൽ കോൺഗ്രസ് നിതാഞ്ച ജാഗ്രതയോടെ UDFും കോൺഗ്രസും ഉണ്ടാകും എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നു. നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിൻ്റെ തലയിൽ കുതിര കയറുന്ന BJPക്കാർ ഇപ്പോൾ എവിടെയും കാണാനില്ല. മഷീട്ട് നോക്കിയിട്ട് പോലും ഈ സമരവുമായി ബന്ധപ്പെട്ട് കാണാനില്ല. ആയിക്കോട്ടെ, അത് ഡീലിൻ്റെ ഭാഗമായിരിക്കും. ആ ഡീല് നടക്കട്ടെ. ആ ഡീലിൻ്റെ ഭാഗമായിട്ട് പല ഡീലും നടക്കുന്നുണ്ടല്ലോ കേരളത്തിൽ. അതിൻ്റെ ഭാഗമായിട്ട് ഇതൊരു പ്രശ്നമേ അല്ല അവർക്ക്. അവരുടെ കേന്ദ്ര നേതാക്കന്മാരുടെ ഒരു പ്രതികരണം പോലും ഞാൻ കണ്ടില്ല ഇതുമായി ബന്ധപ്പെട്ട്. BJPയുടെ നാഷണൽ ലീഡർഷിപ്പിൻ്റെ ഒരു പ്രതികരണം പോലും കണ്ടില്ല. ഇവിടെ പേരിന് ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരം നടത്തിയെന്നില്ലാതെ ആ വിഷയവുമായിട്ട് അവർക്ക് ആത്മാർത്ഥയില്ല. അവർക്കെപ്പോഴും വിശ്വാസവും ദൈവങ്ങളും ഒക്കെ തന്നെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടും മതങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ മാത്രമാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്കും UDFിനും വിശ്വാസം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള, ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണമല്ല, ജനങ്ങളെ ഒന്നിപ്പിക്കാനും ഈ നാടിൻ്റെ ഐക്യമുറപ്പിക്കാനും വേണ്ടിയിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള സന്ദേശമാണ് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് PCC നടത്തുന്ന ഈ പരിപാടി നമ്മൾ വിടില്ല. തെരഞ്ഞെടുപ്പിൻ്റെ യുദ്ധത്തിലാണ് നമ്മളെങ്കിലും കണ്ണിലെണ്ണ ഒഴിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ രംഗങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കും എന്നുള്ളൊരു സംശയം വേണ്ട. ആ ജാഗ്രതയുമായി മുന്നോട്ട് പോകാൻ ഈ പരിപാടി അവസരമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.